കൊച്ചിനെ ഇറക്കണമെന്നും പറഞ്ഞ് ഇൻഡോർ സീറ്റ് മേടിച്ചപ്പോൾ ഞാൻ അപ്പുറത്തെ സീറ്റ് വന്നു. ഈ വിൻഡോ സീറ്റിനെ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എന്തോ പോലെ. പിന്നെ കുറച്ച് നേരമൊക്കെ കൊണ്ടിരുന്നു. പിന്നെ ഞാൻ ഫോണിൽ നോക്കി ഇരിക്കുകയും ഫ്രണ്ട് ആപ്പിൽ കയറി കുറച്ച് കോളൊക്കെ ചെയ്ത് മെസ്സേജൊക്കെ ചെയ്തു. പിന്നെന്തുവാ അപ്പോൾ അങ്ങ് വെച്ചില്ലേ നമ്മൾ വീഡിയോ എടുക്കുന്നില്ലേ. അപ്പം നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കാണാം. ഒരു മിന്നായം പോലെ എല്ലാം കാണുന്നത് ഇല്ലയോ. പക്ഷെ അവിടെ കണ്ടോ, അവിടെ ഫീൽഡുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇതിന് നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം. നമ്മൾ കഷ്ടപ്പെട്ട് ട്രെയിനിൻ്റെ അടിപൊളിയായിരിക്കും. കാണാൻ വന്നത് നമ്മളെ കണ്ടില്ലായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നോ? ഞാൻ മാത്രമേ കുറച്ച് നേരം ഉണ്ടാകും അവനെ നോക്കുക. അതായത് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടു കാണും എൻ്റെ വീഡിയോ. ചോദിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ്. അപ്പോൾ ഗൈസ് നല്ല വ്യൂ ഉണ്ടല്ലേ. എനിക്ക് ഈ ഭാഗമാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. നല്ല പച്ചപ്പ് പിടിച്ചിരിക്കുന്നല്ലേ. ഇത് രസമാണ് കാണാൻ. ഗൈസ് സയൻസ് ഹവായി സ്റ്റിക്കർ ഇത് എവിടുന്നാന്നറിയുമോ? ഞാൻ ഫോണിൻ്റെ പുറകെ ഒരു വൃത്തികേട് പോലും എൻ്റെ ഫോണിൻ്റെ പുറകിൽ. ഇതെല്ലാം ഹവായി സ്റ്റിക്കേഴ്സാണ്. പിന്നെ ഒരു പെണ്ണിൻ്റെ ഉണ്ടായിരുന്നു, അതാണ് അവിടെ കണ്ടുപിടിച്ചത്. അങ്ങനെ ഇരിക്കണം. എന്തായാലും നമുക്ക് ഇത് തന്നെ. ഇതിപ്പോൾ ഏതോ സ്റ്റേഷൻ്റെ അവിടെ ആയിട്ടുണ്ട്. ഏത് സ്റ്റേഷനാണെന്ന് തന്നെ പറഞ്ഞാൽ നമുക്ക് അമ്മയടുക്കാൻ ചോദിക്കാം. നമുക്ക് അമ്മയടുക്കാൻ ചോദിച്ചിട്ട് വരാം. ഗൈസ് അപ്പോൾ നമ്മൾ മാവേലിക്കര കഴിഞ്ഞിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ അമ്മ പറയാനില്ല, ചുമ്മാ എനിക്ക് അമ്മയുടെ ഇതാണ് എൻ്റെ അമ്മ. അമ്മ എന്നിട്ട് അവിടെ ഗൈസ് എനിക്ക് ഒന്ന് മരിക്കാൻ പോവാന്ന്. ആ കിടക്കുന്നതാണ് എൻ്റെ മടിയൻ, സോറി എൻ്റെ പുന്നാര മാമച്ചൻ. എന്തായാലും എനിക്ക് ഇവിടെ കാണാം. കൊള്ളാമല്ലേ, അടിപൊളിയാണ്. അപ്പം അവിടെ ചെല്ലുമ്പോൾ ഒരു വീഡിയോ കാണുന്നുണ്ട് നമ്മുടെ അമ്മച്ചനെ. പക്ഷെ അവിടുത്തെ പണിയൊന്നും തീർന്നിട്ടില്ല വീടിൻ്റെ. അപ്പോൾ അവിടെ ഞങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടേക്കുവാണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നും കാണില്ല. ഈ ട്രെയിനൊക്കെ കയറി വരും. പക്ഷെ അവിടെ ചെയ്യുമ്പോൾ കുറേ പാടവും കുളമൊക്കെ കാണാം. അത് കാണിച്ചു തരാം. നമുക്ക് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് വേണ്ടേ. ക്യാമറയിലൊക്കെ പൊടി കിടക്കുന്നു. ക്യാമറ പൊടി കിടക്കുന്നു. ഞാൻ ഇവിടെ ഇങ്ങനെ കടന്നു. ഭയങ്കര വെയിൽ കഴിച്ചു. കടന്നപ്പോൾ വെയിലിന് വരണം. ഞാൻ കടക്കുമ്പോൾ തന്നെ വെയിലിന് വരണമായിരുന്നു. പിന്നെ എൻ്റെ ഈ ഡ്രസ്സ് കൊള്ളാവോന്ന് പറയണം കേട്ടോ. എൻ്റെ കോസ്റ്റ്യൂം കൊള്ളാവോന്ന് പറയണം. കൊള്ളാമെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. പലവട്ടം പറയാമെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും. ഒരു രക്ഷയില്ല. ഞങ്ങൾ നാളെ ഇങ്ങ് പോരും. അവിടെ കുറേ ഫീൽഡൊക്കെ ഉണ്ട് കണ്ടോ. അവിടെ ഉണ്ട്, പക്ഷെ അവിടുത്തെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ കാണണം. അപ്പം ഇനിയെന്തുവാ, ഇനിയൊന്നുമില്ല. നമ്മളിനി അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കും. അതാണ് ഇനി പറയാൻ വന്നത്. പിന്നെ ഈ വെളിയനാട്, കുട്ടനാട് വെളിയനാടെന്നും പറയാം. അപ്പോൾ ഈ വെളിയനാട്ടിൽ പോയിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.
കമൻറ്റിൽ പറയണം കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ ബോറടിച്ച് ചത്തപ്പോൾ ഞാൻ എന്താ ചെയ്താന്ന് അറിയുമോ, എൻ്റെ കയ്യിലെ സിമ്മില്ല, ഞാൻ മങ്ങല്ല പഠിക്കുന്നത്, എൻ്റെ കയ്യിലിപ്പോൾ സിമ്മില്ലല്ലോ. അപ്പോൾ അമ്മ എന്ത് ചെയ്തു, ഈ സിമ്മില്ലാത്തതുകൊണ്ട് നമ്മൾ ഫ്രണ്ട് ആപ്പിൽ നമ്മുടെ നമ്പർ ചോദിക്കും. അത് കഴിയുമ്പോൾ നമ്മുടെ ഫോൺ OTP വരുമ്പോഴില്ലേ, ആ OTP നമ്മൾ എടുക്കണ്ടേ. അതുപോലെ ഞാൻ അമ്മയുടെ ഫോണിൽ നമ്പർ OTP ആദ്യം അറിഞ്ഞു. OTP എന്തിൻ്റെ OTP എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫ്രണ്ട് ആപ്പിൻ്റെ ആണ്. ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ്. ഞാൻ പറയാം അമ്മ, നമ്മൾ ആരുടെ നമ്പറാണ് കൊടുക്കുന്നത് അവരുടെ ഫോണിലാണ് ഈ OTPs വരുന്നത് എന്ന് പറയാം. അപ്പോൾ പറഞ്ഞ് ആണ്, ശരിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗൈസ് തന്നെ മണ്ടയ്ക്കോട്ട് നിങ്ങൾ നോക്കിയേ. സോറി, എന്നെ കയ്യുടെ നഖമൊന്നും മുറിക്കും ചോര. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റിക്കറായിരുന്നു കളഞ്ഞു പോയി. എന്ത് ചെയ്യാൻ, നല്ല സ്ഥലമെല്ലാം വരുമ്പോൾ കാണിച്ചു തരാം. അമ്മ എടുക്കലോട്ട് പോവാം. ഞാൻ ഇപ്പോൾ കടന്ന് ഉറങ്ങുവാണേ. ഞാൻ പോക്കവാ. പിന്നെ ഞാൻ അവിടെ ഇരുന്നത് പിന്നെ കക്കുവ അവിടെയാണ് ഇവിടെ തന്നെ ആണ് എനിക്ക്.